ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. കോട്ടക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ടായിരിക്കും. എന്നാൽ നമുക്കറിയാത്ത മറ്റൊരു ചരിത്രം ഈ കോട്ടക്കുന്നിനുണ്ട്. വരൂ നമുക്ക് പറയാം. കുന്നിന് മുകളിലെത്തുമ്പോൾ വിശാലമായ പുൽപ്പരപ്പ്. പുൽപ്പരപ്പിന്റെ നടുവിൽ ഭീതി ഉണർത്തുന്ന ഒരു കൊലക്കിണറുണ്ടായിരുന്നു. വെള്ളമില്ലാത്ത കിണറിനുള്ളിൽ വളർച്ചമുറ്റിയ ഒരു വയസ്സൻ പടുമരവുമുണ്ടായിരുന്നു. ഖിലാഫത്ത് നേതാക്കളുടെ വിചാരണ സ്ഥലം ആണെന്നാണ് കരുതപ്പെടുന്നത്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും കൂട്ടരെയും ബ്രിട്ടീഷ് സാമ്രാജ്യം വധിച്ചത് ഇവിടെ വെച്ചാണ്. കിണറും പടുമരവും ഇപ്പോൾ നിലവിലില്ല. ഇവിടെ ഇപ്പോൾ ഹെലിപ്പാഡാണുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഈ പ്രദേശം പട്ടാളത്തിന്റെ കീഴിലായിരുന്നു. പിന്നീട് പട്ടാളക്കാർ വെടിവെപ്പ് പരിശീലനത്തിനായിരുന്നു ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നത്. മലപ്പുറം നഗരത്തിലുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാർക്ക് വെടിവെപ്പ് പരിശീലനത്തിനുള്ള 2 കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ കുന്നിൻ ചെരുവിലായിരുന്നു. ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു പ്രദേശമായി കോട്ടക്കുന്ന് മാറിയിരിക്കുന്നു. ഇവിടം ഇപ്പോൾ സർക്കാർ സംരക്ഷണത്തിലാണുള്ളത്. സന്ദർശകരെ ആകർഷിക്കുന്നതിനായി ടൗൺ ഹാളും ആർട്ട് ഗാലറിയും സന്ധ്യാസംഗമ ഇരിപ്പിടങ്ങളും പ്രകാശ ദൃശ്യവിരുന്നുകളുമായി കുന്ന് മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. കോട്ടക്കുന്നിലേക്ക് പ്രവേശനത്തിന് 10 രൂപ പ്രവേശന ചാർജ് ഈടാക്കുന്നുണ്ട്. വാഹന പാർക്കിങ്ങിനും ഫീസ് ഈടാക്കുന്നുണ്ട്. ഇനി കോട്ടക്കുന്നിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടെ നിർമ്മിച്ച കോട്ടയിൽ നിന്നാണ് കോട്ടക്കുന്ന് എന്ന പേര് വന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കാരണമാണ് ഇവിടെ ചരിത്രത്തിൽ മലപ്പുറം കോട്ട എന്നറിയപ്പെടുന്ന ആ കോട്ട നിർമ്മിച്ചതും മലപ്പുറം നഗരവും ഉയർന്നു വന്നതും. പുരാതന കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജ്യത്തിന്റെ അധികാരികളായിരുന്ന പെരുമാൾ ഭരണത്തിനു ശേഷം ഈ പ്രദേശങ്ങൾ വള്ളുവനാടിന്റെ ഭാഗമായി. ഒരു മലയുടെ അവസാന ഭാഗത്ത് 3 ഭാഗവും പുഴയും ഒരു ഭാഗം അഗാധമായ കൊക്കയും മുകൾ ഭാഗം പീഠം പോലെ പരന്നതുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തന്ത്രപരമായ പ്രദേശമാണ് കോട്ടക്കുന്ന്. ഈ കുന്നിന്റെ ചെരുവിലും താഴെയുള്ള സമതലങ്ങളിലുമായി ആധുനിക നഗരം വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെ പുഴയുടെ അക്കരെ മകരപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുറുവ ആറങ്ങോട്ട് സ്വരൂപമാണ് വള്ളുവനാടിന്റെ മൂലസ്ഥാനം. അവരുടെ തലസ്ഥാനമായിരുന്ന അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് പുഴക്ക് അക്കരെയാണ്. പ്രദേശം 15 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യവും അതുപോലെ ജലമാർഗ മുഖേനയുള്ള വാണിജ്യം നടത്തിയിരുന്നത് അക്കാലത്ത് അമ്മിനിക്കാട് മലയിൽ നിന്നും ഉത്ഭവിച്ച് തിരുമാതാംകുന്ന് ആറങ്ങോട്ട് സ്വരൂപം തുടങ്ങി വള്ളുവനാടിന്റെ പ്രമുഖ ദേശങ്ങളിലൂടെയാണ്. ചെറുപുഴ ഈ കുന്നിന്റെ താഴെ കടലുണ്ടി പുഴയിൽ ചേരുന്നത് ഈ പ്രദേശത്തിന്റെ വാണിജ്യപരമായ പ്രാധാന്യവും ഈ മേഖലയെ ചരിത്രത്തിൽ സ്ഥാനം നൽകുന്നുണ്ട്. 12ാം നൂറ്റാണ്ടോടുകൂടി കൊണ്ടോട്ടിക്ക് സമീപം നെടിയുരുപ്പ് സ്വരൂപത്തിലെ ഏറാടിമാർ കോഴിക്കോട് ആസ്ഥാനമാക്കി തെക്കേ മലബാറിൽ ഒരു നാട്ടുരാജ്യം രൂപീകരിച്ചു. അവരാണ് കുന്നലക്കോനാത്തിരി എന്ന സാമൂതിരി രാജവംശത്തിന്റെ സ്ഥാപകർ. കരമാർഗവും കടൽമാർഗവും സൈനിക നടപടികളിലൂടെ നാട്ടുരാജ്യങ്ങൾ ഓരോന്നും കോഴിക്കോട് രാജ്യത്തിന്റെ ഭാഗമായി. വരക്കൽ പാറ നമ്പീശൻ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ മലപ്പുറവും സമീപ പ്രദേശവും വള്ളുവ കോനാത്തിരിയിൽ നിന്ന് കീഴ്പ്പെടുത്തി. നെടിയുരുപ്പ് സ്വരൂപത്തിന്റെ ബന്ധത്തിൽപ്പെട്ട തച്ചറക്കാവിൽ ഏറാടിമാർ നിലമ്പൂർ കാടിന്റെ അധിപന്മാരായ മൂത്തന്മാർ എന്ന ആദിവാസികളെ പരാജയപ്പെടുത്തി നിലമ്പൂർ മേഖലയെ സാമൂതിരിയുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റി. ചതിയിലൂടെ തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ട മുത്തന്മാർ അഭിമാനം പണയം വെച്ച് അടിമകളായി ജീവിക്കാതിരിക്കാൻ മലനിരകൾ കയറി അഭയം പ്രാപിച്ചു. മലമുത്തന്മാർ എന്ന പേരിൽ ഇന്നും മറ്റു ജനവിഭാഗങ്ങളോട് ഐത്തം പ്രഖ്യാപിച്ച് അകന്നു നിൽക്കുന്ന അവരുടെ തലമുറ ഇന്നത്തെ ഊർങ്ങാട്ടിരി, എടവണ്ണ, മമ്പാട്, ചാലിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനിരകളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. തച്ചറക്കാവിൽ ഏറാടിമാരാണ് നിലമ്പൂർ കോവിലകം സ്ഥാപിച്ചത്. കോഴിക്കോട്ടെ തുറമുഖ അധികാരി ഷാബന്ദർ കോയയുടെ കീഴിൽ തിരുമലശ്ശേരി നമ്പൂതിരിയുടെയും കൽപ്പകഞ്ചേരി തമ്പ്രാക്കളുടെയും സഹായത്താൽ തിരുനാവായ ആക്രമിച്ചു. വള്ളുവ കോനാത്തിരിയിൽ നിന്നും മാമാങ്കത്തിൽ രക്ഷാപുരുഷ സ്ഥാനം വഹിക്കാനുള്ള അധികാരം
സാമൂതിരിക്ക് ലഭിച്ചു. തുടർന്ന് രക്ഷാധികാരം വീണ്ടെടുക്കാൻ വള്ളുവ കോനാത്തിരി മാമാങ്കാഘോഷത്തിനിടെ സാമൂതിരിയെ വധിക്കാനായി ചാവേറുകളെ അയച്ചു തുടങ്ങി. വള്ളുവ കോനാത്തിരിയിൽ നിന്നും മലപ്പുറവും സമീപ പ്രദേശവും കീഴടക്കിയ വരക്കൽ പാറനമ്പി കോട്ടക്കുന്നിന് മുകളിൽ ഒരു കോട്ട നിർമ്മിച്ചു. ആ കോട്ടയുടെ പടികളാണ് കുന്നിന്റെ താഴെ ഇന്ന് വാണിജ്യ കേന്ദ്രമായ കോട്ടപ്പടിയും നിലമ്പൂർ റോട്ടിലെ 3-ാം പടിയും എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ. പാറനമ്പി കോട്ടപ്പടി കേന്ദ്രമാക്കി ഏറനാട് ഭരിക്കുകയും കോട്ടക്കുന്ന് കോട്ട കേന്ദ്രമാക്കി വള്ളുവനാടിനും മറ്റു നാട്ടുരാജ്യങ്ങൾക്കും എതിരെ സൈനിക നടപടി തുടരുകയും ചെയ്തു. ചെറുപുഴ ചേരുന്ന കടലുണ്ടി പുഴയുടെ ഭാഗം സാമൂതിരി കീഴടക്കിയതോടെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ തുറമുഖത്ത് എത്തിക്കുന്നതിൽ മലപ്പുറത്ത് വെച്ച് നികുതി കൊടുക്കേണ്ട അവസ്ഥ വന്നു. അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് കോഴിക്കോട്ടെ കച്ചവടക്കാർക്ക് വിൽക്കേണ്ടി വന്നു. ഇത് ആ മേഖലയിൽ കൂട്ടിലങ്ങാടി എന്ന ചെറു വാണിജ്യ കേന്ദ്രം ഉയർന്നുവരാൻ കാരണമായി. കോട്ടക്കൽ ഭരണാധികാരി പുത്ര കോനാത്തിരിയുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ അന്നത്തെ പാറനമ്പി പരാജയപ്പെടുകയും ശത്രു സൈനികരെ തടവിലാക്കുകയും ഇതറിഞ്ഞ മലപ്പുറത്തെ മാപ്പിള കച്ചവടക്കാർ പടപൊരുതി അദ്ദേഹത്തെ മോചിപ്പിക്കുകയുണ്ടായി. ഇതിൽ സന്തുഷ്ടനായ പാറനമ്പി കടലുണ്ടിപ്പുഴയുടെ സമീപം ഇന്ന് പ്രസിദ്ധമായ ജുമാപള്ളി നിർമ്മിക്കുകയും ആ പള്ളിയുടെ പരിസരങ്ങളിൽ മാപ്പിള കച്ചവടക്കാർക്ക് വലിയങ്ങാടി എന്നറിയപ്പെടുന്ന വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇതോടെ 1700കളുടെ തുടക്കത്തിൽ മലപ്പുറം ഒരു സൈനിക കേന്ദ്രം എന്നതിനപ്പുറം ഒരു വാണിജ്യ കേന്ദ്രമായി മാറുകയും ചെയ്യുകയായിരുന്നു. സാമൂതിരിയുടെ സൈനിക നടപടികൾ വള്ളുവനാടിനു പുറമെ പാലക്കാട് ഭരണാധികാരി പാലക്കാട്ടെ അച്ഛനും ഭീഷണിയായപ്പോൾ പാലക്കാട്ടെ അച്ഛൻ മൈസൂർ വാടയാർ രാജാവിന്റെ ഡിണ്ടിക്കൽ ഗവർണർ ഹൈദരലിയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹൈദരലിയുടെ സൈന്യം മലബാർ കീഴടക്കുകയും പരാജയം മനസ്സിലാക്കിയ അന്നത്തെ സാമൂതിരി വെടിമരുന്നിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതോടെ സാമൂതിരി രക്ഷാധികാരം വഹിച്ചിരുന്ന മാമാങ്കം അവസാനിക്കുകയും ചെയ്തു. ഇതിനിടയിൽ മൈസൂരിന്റെ ഭരണം ഹൈദരലിയുടെ കയ്യിൽ വരികയും ഹൈദരലിയും ശേഷം മകൻ ടിപ്പു സുൽത്താനും മൈസൂരിന് കീഴിൽ മലബാറിന്റെ ഭരണാധികളായി മാറുകയും ചെയ്തു. ടിപ്പുവിന്റെ കാലത്ത് മലപ്പുറം കോട്ട വികസിപ്പിക്കുകയും മൈസൂരിൽ നിന്നും പീരങ്കികളും വെടിമരുന്നും മറ്റും കൊണ്ടുവന്ന് ഒരു ശക്തമായ സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. മലപ്പുറം കോട്ട കേന്ദ്രമാക്കി പല റോഡുകൾ നിർമ്മിച്ചു. മലപ്പുറം താമരശ്ശേരി റോഡ് ഇന്നത്തെ ദേശീയപാതയുടെ ഭാഗമായ മലപ്പുറം പാലക്കാട്, മലപ്പുറം ഫറോക്ക് റോഡ്, മലപ്പുറം പരപ്പനങ്ങാടി റോഡ്, മലപ്പുറം കുളത്തൂർ, പട്ടാമ്പി റോഡ് തുടങ്ങിയ റോഡുകൾ അക്കാലത്ത് നിർമ്മിച്ച റോഡുകളായിരുന്നു. മലബാറിന്റെ ആസ്ഥാനമായി ഫറോക്ക് കേന്ദ്രമാക്കി ഒരു കോട്ട നിർമ്മിക്കുവാൻ ടിപ്പു തീരുമാനിക്കുകയുണ്ടായി. പാലക്കാട് കോട്ട, ഫറോക്ക് കോട്ട, പട്ടാമ്പിക്ക് സമീപം രാമഗിരി കോട്ട, പാലൂർ കോട്ട തുടങ്ങിയ കോട്ടകളുമായും താമരശ്ശേരി ചുരം, കാക്കൂർ നാടുകാണി ചുരം, സിസ്പാറ ചുരം, വാളയാർ ചുരം തുടങ്ങിയ ചുരങ്ങളുമായും ഈ റോഡുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. മൈസൂർ സുൽത്താൻമാരുടെ കാലത്ത് മലബാറിലെ റിസീവർ ഗവർണറായിരുന്ന മദണ്ണ എന്ന ബ്രാഹ്മണന്റെയും ടിപ്പുവിന്റെയും കാർഷിക പരിഷ്കാരങ്ങൾ കുടിയാന്മാരായ കർഷകർക്ക് അനുകൂലമായും ജന്മികൾക്ക് പ്രതികൂലമാവുകയും ഭവിച്ചു. കാർഷിക ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് നികുതി പരിഷ്കാരങ്ങൾ നടത്തിയതും തരിശുഭൂമിയിൽ ആദ്യം കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷിഭൂമിയുടെ ഉടമാവകാശം നൽകിയതും ജന്മിമാർക്ക് അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തിയതും പല ജന്മിമാർക്ക് ടിപ്പുവിനോട് എതിർപ്പ് കൂടുവാൻ കാരണമായി. പഴശ്ശിരാജാവ്, മഞ്ചേരി, അത്തൻകുരിക്കൽ തുടങ്ങിയ ജന്മിമാർ ബ്രിട്ടീഷുകാരുമായി ടിപ്പുവിനെതിരെ തിരിഞ്ഞു. സാമൂതിരിയുടെ മഞ്ചേരിയിലെ കരം പിരിവുകാരും വെടിമരുന്ന് സൂക്ഷിപ്പുകാരുമായിരുന്ന മഞ്ചേരി അത്തൻകുരിക്കൽ ടിപ്പുവിന്റെ മഞ്ചേരിയിലെ ഭരണപ്രതിനിധിയായിരുന്നു. വള്ളുവ കോനാത്തിരിയുടെ ബന്ധത്തിൽപ്പെട്ട മഞ്ചേരി കോവിലകം അത്തൻകുരിക്കൾ ഇടിച്ചു തകർക്കുകയും ഇതറിഞ്ഞ ടിപ്പു സൈനിക നടപടിയിലൂടെ അത്തൻകുരിക്കളെ പിടികൂടി മൈസൂരിൽ തടവിലാക്കുകയും ചെയ്തു. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ട ടിപ്പു 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് സഖ്യത്തിന് കൈമാറുകയും മലബാറിലെ അത്തൻകുരിക്കളടക്കം എല്ലാ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. മലപ്പുറം കോട്ട അത്തൻകുരിക്കളുടെ കീഴിൽ വരികയും ചെയ്തു.
മലബാറിനെ ബ്രിട്ടീഷുകാർ ബോംബെ പ്രസിഡൻഷ്യയുമായി ചേർത്ത് നേരിട്ട് ബ്രിട്ടന്റെ കോളനിയാക്കി മാറ്റുകയും ചില ആളുകൾക്ക് മാത്രം നികുതി പിരിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു. ഇത് ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ച പഴശ്ശിരാജാവ്, അത്തൻകുരിക്കൾ തുടങ്ങിയവരുടെ എതിർപ്പിന് കാരണമായി. പഴശ്ശിരാജാവ് ടിപ്പുവുമായി സഖ്യം കൂടുന്നു എന്നറിഞ്ഞ ബ്രിട്ടീഷുകാർ പല പ്രലോഭനങ്ങളും പഴശ്ശിക്കും അത്തൻകുരിക്കൾക്കും നൽകുകയുണ്ടായി. എന്നാൽ പ്രലോഭനങ്ങളെ തള്ളിക്കളഞ്ഞ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി സമരമുറകൾ നടത്തി. 1799 ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ടിപ്പു കൊല്ലപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർ ഇവർക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചു. 1806 പട്ടാമ്പിക്കടുത്ത മപ്പാട്ടുകരയിൽ വെച്ച് യുദ്ധത്തിൽ മഞ്ചേരി അത്തൻകുരിക്കൾ കൊല്ലപ്പെടുകയും അങ്ങനെ മലപ്പുറം കോട്ട ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആവുകയും ചെയ്തു. മലപ്പുറം കുന്നിൻ മുകളിലെ മനോഹരമായ കാഴ്ചയും ഇളം കാറ്റും എല്ലാം ആ പ്രദേശത്തെ ബ്രിട്ടീഷുകാരുടെ സൈനിക കേന്ദ്രമാക്കുവാൻ കാരണമായി. ചില ബ്രിട്ടീഷ് രേഖകളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായാണ് മലപ്പുറം കുന്നിനെ പരാമർശിക്കുന്നത്. അക്കാലത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഇന്ത്യയിലെ തെക്കേ ഭാഗത്തെ അവസാനത്തെ സൈനിക കേന്ദ്രമായും മലപ്പുറം അറിയപ്പെട്ടിരുന്നു. മലപ്പുറം കോട്ട പൊളിച്ച് അവിടെ ഒരു വെടിവെപ്പ് പരിശീലന കേന്ദ്രം നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ആ കോട്ട ഇല്ലാതെയായി. 1800കളിൽ തെക്കേ മലബാറിൽ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ കലാപങ്ങൾ നിരവധി സൈനിക കേന്ദ്രങ്ങൾ മലപ്പുറത്തും പരിസര പ്രദേശത്തും സ്ഥാപിക്കുവാൻ കാരണമായി. മലപ്പുറത്തെ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ 1885 മലപ്പുറത്ത് സ്ഥാപിച്ചു. 1921 മലബാർ സമരകാലത്ത് അത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഉയർത്തി. 1921 മലബാർ സമരകാലത്ത് ലെയ്സ്റ്റർ റെജിമെന്റ്, ഡോർസെറ്റ് റെജിമെന്റ് തുടങ്ങി നിരവധി ബ്രിട്ടീഷ് സൈനിക വിഭാഗങ്ങൾ മലപ്പുറത്ത് തമ്പടിച്ചു. അന്ന് ഇംഗ്ലണ്ടിന്റെ ഭാഗമായിരുന്ന തെക്കൻ അയർലൻഡിന്റെ സൈനിക വിഭാഗമായ ലെയ്സ്റ്റർ റെജിമെന്റ് ബ്രിട്ടീഷ് സൈനികരുമായുള്ള അവസാനത്തെ സൈനിക സഖ്യമായിരുന്നു. 1921 മലപ്പുറത്തെ സൈനിക കേന്ദ്രം അതിനുശേഷം തെക്കൻ അയർലൻഡ് സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാള കോടതി നിർമ്മിക്കുകയും ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത സ്ഥലമാണ് കോട്ടക്കുന്ന്. മലബാർ സമര നായകൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും അദ്ദേഹത്തിന്റെ 2 സഹായികളെയും ബ്രിട്ടീഷ് കോടതി വിചാരണ ചെയ്ത് വെടിവെച്ചു കൊന്നത് 1922 ജനുവരി 20 ഉച്ചക്ക് കോട്ടക്കുന്നിന്റെ വടക്കേ ചെരുവിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹവും മലയാള രാജ്യം എന്ന പേരിൽ അദ്ദേഹം സ്ഥാപിച്ച ബ്രിട്ടീഷ് വിമത രാഷ്ട്രീയത്തിന്റെയും രേഖകൾ അഗ്നിക്കിരയാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് കോട്ടക്കുന്നിന് താഴെ മലപ്പുറം നഗരസഭ ഒരു ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. 1947 ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം മലപ്പുറത്തെ കോട്ടക്കുന്ന് അടക്കം പല ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ വന്നു. പ്രമുഖ പട്ടാള ആസ്ഥാനം ഇന്നത്തെ കളക്ടറേറ്റ് ആണ്. കേരള പോലീസിന് കീഴിൽ വരുന്ന അർദ്ധ സൈനിക വിഭാഗമായ മലബാർ സ്പെഷ്യൽ പോലീസ് ഒഴികെ മറ്റുള്ള സൈനിക കേന്ദ്രങ്ങൾ നിർത്തലാക്കപ്പെട്ടു. 1956 മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ഒരു വിഭാഗത്തെ മദ്രാസ് സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ തമിഴ്നാടിന് കൈമാറി. കാൽപന്ത് കളിക്ക് പേര് കേട്ട മലപ്പുറത്ത് വിശാലമായ മൈതാനങ്ങൾ കുറവായിരുന്നു. കോട്ടക്കുന്നിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുവാൻ മലപ്പുറം നഗരസഭ നിരന്തരം ശ്രമിച്ചിരുന്നു. ഫലമായി 1996 കോട്ടക്കുന്ന് മലപ്പുറം നഗരസഭയ്ക്ക് ലഭിച്ചു. എന്നാൽ പരിസ്ഥിതി ദുർബല പ്രദേശമായ കോട്ടക്കുന്നിൽ കുന്നിടിച്ചുള്ള നിർമ്മാണം പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകും എന്ന പഠനങ്ങൾ തെളിയിച്ചതിനാൽ ഫുട്ബോൾ മൈതാനം മഞ്ചേരിക്ക് സമീപം പയ്യനാട്ടിൽ നിർമ്മിക്കുകയായി. പകരം കോട്ടക്കുന്നിൽ മനോഹരമായ പാർക്ക് നിർമ്മിക്കുകയും ചെയ്തു. ഇന്നിവിടെ ആർട്ട് ഗാലറി, അമ്യൂസ്മെന്റ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങി നിരവധി വിനോദ കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓഗസ്റ്റ് 9, 2019 മഴയിൽ കോട്ടക്കുന്നിൽ ഉരുൾപൊട്ടി ഒരു കുടുംബത്തിലെ കുഞ്ഞുമടക്കം 3 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. നാം അറിഞ്ഞതും അറിയാത്തതുമായ ചരിത്രപരമായ ധാരാളം കാര്യങ്ങൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്.
ഇതുപോലുള്ള മറ്റൊരു ചരിത്ര വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.